ഹായ് ഹലോ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ റൂളിനെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടൂളാണ് നമുക്കറിയാം സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് എല്ലാ എക്സാമുകളിലും സാധാരണ സ്റ്റീൽ റൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിൽ നമ്മുടെ റാങ്കിങ് ബൂസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇതൊന്ന് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടക്കാം. സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്കറിയാം. അടുത്തത് പോയിൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് മേഡപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡ്യൂറബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പ്രിംഗ് സ്റ്റീലിനെ കൊണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടോ ആയിരിക്കും. അപ്പം ചോദ്യം വരും, എങ്ങനെയാണ് ഈ ഒരു പോയിന്റ് എന്ന് ചോദ്യം വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ റൂൾ മേഡപ്പ് ഓഫ് എന്ന് ചോദ്യം വരും. ഇതിൽ ഏതെങ്കിലും ഒരു എന്ത് വരും ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് നമുക്ക് എന്താക്കാൻ പറ്റണം, ശരി ഉത്തരം കിട്ടാൻ പറ്റണം. അതുപോലെ തന്നെ സ്റ്റീൽ റൂൾ വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത്തുകളിലുണ്ട് നമുക്കറിയാം. ഒന്നാമത്തെ ലെങ്ത്ത് 150 രണ്ടാമത്തെ 300, 600 എന്ന് പറഞ്ഞാൽ പല യൂസേജിനനുസരിച്ച് സ്റ്റീൽ റൂളിൻ്റെ ലെങ്ത്തുകൾ മാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. റീഡിങ് ആക്യുറസി ഓർ ലീസ്റ്റ് കൗണ്ട്, ചില നമ്മുടെ കോഴ്സുകൾ ചില എക്സാമുകളിൽ റീഡിങ് ആക്യുറസി എന്ന് ചോദിക്കാറുണ്ട്, ചിലത് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ കാരണം അതാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതെന്തായിരിക്കും, സ്റ്റീൽ റൂളിൻ്റെ റീഡിങ് ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ അത് ഇഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, 1/64 ഇഞ്ചാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റീഡിങ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കണം ആദ്യം തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.5 mm ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താ വരുന്നത്, അതിൻ്റെ ഇഞ്ചസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അത് 1/64 ഇഞ്ചാണെന്ന് മനസ്സിലാക്കി വെക്കാം. ബ്രിട്ടീഷ് സിസ്റ്റത്തിലും മെട്രിക് സിസ്റ്റത്തിലും നമുക്ക് എന്താക്കാം, ഈ സ്റ്റീൽ റൂള് രണ്ട് ഭാഗത്തായിട്ട് ബ്രിട്ടീഷ് സിസ്റ്റത്തിലും മെട്രിക് സിസ്റ്റത്തിലും നമുക്ക് ഡയമെൻഷൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ആ ഓരോ നമുക്ക് ഡയമെൻഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാജുവേഷൻസ്. മനസ്സിലായോ? ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഭാഗങ്ങളിലും നമ്മൾ കാണുന്ന ആ ലൈൻസിനെ നമുക്ക് ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നു. ഡിവിഷൻസ് ഓർ മാർക്കിങ്സിനെ നമ്മൾ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നു. നോക്കുക, ഡിവിഷൻസ് ഓർ മാർക്കിങ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത്തുകളുണ്ട്. 1/64, 1/32 ഓർ 1/16 ആൻഡ് മില്ലിമീറ്റേഴ്സിലൊക്കെ നമുക്ക് അറിയാം. നമുക്കിതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ പഠിക്കേണ്ടത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റീൽ റൂള് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ കേസല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ റീഡിങ് ആക്യുറസി ഓർ ലീസ്റ്റ് കൗണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 0.5 മുതൽ 1/64 ഇഞ്ചസിൽ വരെ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഡിനോട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്. ഫൈൻ, കിട്ടിയോ? റെഡി. അടുത്ത പോയിന്റിലേക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും, കുറേ ലൈൻസ് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്. റൗണ്ട് ഹോൾ ഡിസൈൻ ക്യാൻ ഹാങ്, അതൊന്നും നമുക്ക് പഠിക്കേണ്ട. കാലിബ്രേഷൻസ് ഒക്കെ നമുക്കിവിടെ ഓരോ മില്ലിമീറ്റേഴ്സിലും അതുപോലെ തന്നെ അതിനെ സെൻറ്റിമീറ്റേഴ്സിലുമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മെട്രിക് സിസ്റ്റത്തിലും അതുപോലെ തന്നെ നമുക്ക് അതിൽ ഡയമെൻഷൻസ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ പറ്റും. റെഡി അല്ലേ? കിട്ടുന്നുണ്ടോടാ? ഒക്കെ പോയിൻ്റൊക്കെ എഴുതി വെക്കുക, പഠിക്കാം. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എത്ര തരം സ്റ്റീൽ റൂളുകൾ ഉണ്ടെന്നൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ. നമ്മൾ പൊതുവേ ജനറൽ വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റീൽ റൂൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റീൽ റൂൾ കാണാൻ പറ്റും. നാരോ സ്റ്റീൽ റൂൾ ഉണ്ട്, ഹുക്സ് റൂൾ ഉണ്ട്, സ്ട്രിംഗ് റൂൾ ഉണ്ട്, ഷോർട്ട് റൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഗ്രാജുവേഷൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് ഗ്രാജുവേഷൻസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒതുക്കി കൂടി പറഞ്ഞു തരാം. ഡിഫറെൻറ്റ് ഗ്രാജുവേഷൻസ് ആർ യൂസ്ഡ് ടു ഈച്ച് എഡ്ജ് ഓഫ് റൂള് വിച്ച് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ നമ്പർ ബൈ 1 to 12 അല്ലേ. പലതരത്തിലുള്ള
സ്കെയിലുകൾ, നമ്മൾ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കെയിൽ പലതരത്തിലുള്ള സ്റ്റീൽ റൂളുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ പലതരത്തിലുള്ള മാർക്കിങ്സ് ആണ് കാണുക. ചില മില്ലിമീറ്റേഴ്സിലും സെൻറ്റിമീറ്റേഴ്സിലും ഒക്കെ നമുക്ക് അതിൽ ഗ്രാജുവേഷൻസ്, ഇഞ്ചസിലൊക്കെ നമുക്ക് അവിടെ ഗ്രാജുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അവിടെ ചോദ്യം വരാൻ പോകുന്നത് എന്താണ്, നമ്മുടെ സ്റ്റീൽ റൂളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മാർക്കിങ്സിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതാണ് മോസ്റ്റ് പോപ്പുലറായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഫോർത്ത് ഗ്രാജുവേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. മോസ്റ്റ് പോപ്പുലറായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഫോർത്ത് ഗ്രാജുവേഷൻ മാർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഫോർത്ത് ഗ്രാജുവേഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഇതാണ് മക്കളെ ഫോർത്ത് ഗ്രാജുവേഷൻസ്. പലതരം ഗ്രാജുവേഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഗ്രാജുവേഷൻ നോക്കുക. അവിടെ 1, 2, 3, 4, 7, 10, 11 or 12 എന്ന് പറഞ്ഞിട്ടുള്ള 12 വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോർണർ, സെക്കൻഡ് കോർണർ, തേർഡ് കോർണർ, ഫോർത്ത് കോർണറായിട്ട് നമുക്ക് പല മാർക്കിങ്സുകളും കാണാൻ പറ്റും. ആ സ്റ്റീൽ റൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഫസ്റ്റ് കോർണറിൽ 10, 20, 50 or 100 എന്നുള്ള ഗ്രാജുവേഷൻ ഫസ്റ്റ് കോർണറിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ റൂളിൻ്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് എന്താണ് അതിൻ്റെ ഗ്രാജുവേഷൻസ് എന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, സ്റ്റീൽ റൂളിൻ്റെ ഗ്രാജുവേഷൻസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളിനെ പറ്റി പറഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂളിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ എന്ന് നോക്കാം. മേഡ് ഓഫ് ടെമ്പേർഡ് സ്റ്റീൽ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ടൂൾ സ്റ്റീലിനെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്, 3/64 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കിംഗ് ആണ് വരുന്നത്. 3/64 ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കിംഗ് ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് 3/4 ഇഞ്ചസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 3/4 ഇഞ്ചസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ എത്ര ഇഞ്ച് ലോങ് ആയിരിക്കും, 6 ഇഞ്ച് ലോങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ, കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്കറിയാം മോസ്റ്റ് പോപ്പുലർലി എല്ലാ സ്റ്റീൽ റൂളുകളും ഗ്രാജുവേഷൻ 4 ആയിരിക്കും. അത് ചില എക്സാമുകളിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈ ഒരു സ്ലൈഡിൽ പഠിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് ടെമ്പേർഡ് ടൂൾ സ്റ്റീലിനെ കൊണ്ടാണ്. അതിൻ്റെ തിക്നെസ്, ഈ ഒരു സ്റ്റീൽ റൂളിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കാണുന്ന അതിൻ്റെ തിക്നെസ് വരുന്നത് 3/64 ഇഞ്ചസ് ആയിരിക്കും. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3/4 വിഡ്ത്തായിരിക്കും. അതിൻ്റെ ലെങ്ത്ത് വൈസ് നോക്കിയാൽ 6 ഇഞ്ചസ് ലെങ്ത്ത് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് ഗ്രാജുവേഷൻ നമുക്കറിയാം. എല്ലാ ടൂൾ സ്റ്റീലുകളും ജനറലി നമ്മൾ 4th ഗ്രാജുവേഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മാർക്കിംഗ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലടാ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ ആയിരുന്നു. മേഡപ്പ് ഓഫ് ടെമ്പേർഡ് ടൂൾ സ്റ്റീലാണ്. ടെമ്പേർഡ് ടൂൾ സ്റ്റീലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എബൌട്ട് 1/64 ഇഞ്ചസ് തിക്നെസ്, 1/2 ഇഞ്ചസ് വിഡ്ത്ത് ആൻഡ് 6 ഇഞ്ചസ് ലോങ്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്താണ്, സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊരു മെറ്റീരിയൽസ് കൊണ്ടാണ്, സ്റ്റീലിനെ കൊണ്ടാണ്. അതിൽ ഫ്ലെക്സിബിൾ നമ്മൾ നേരത്തെ പറഞ്ഞോളം തന്നെ ആ 2 ടൈപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീലും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തെന്താ, അവൈലബിലിറ്റി മെനി ഗ്രാജുവേഷൻ. ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ പലതരത്തിലുള്ള ഗ്രാജുവേഷനിൽ കാണാം. 3rd ഗ്രാജുവേഷനും അതുപോലെ തന്നെ 4th ഗ്രാജുവേഷനും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്സ് മെഷറിംഗ് ദ കർവ്. അതായത് ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ. ഈ ഒരു ചോദ്യം ചിലപ്പം ചോദിക്കാനുള്ള സാധ്യത, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യം ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത എന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കർവ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് വരുന്നത് എന്താണ്, നാരോ റൂളാണ്. നാരോ സ്റ്റീൽ റൂളാണ് വരുന്നത്. നാരോ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതൊരു ചെറിയ മേഡപ്പ് ഓഫ് ടെമ്പേർഡ് ടൂൾ സ്റ്റീൽ തന്നെയാണ്. എബൌട്ട് 3/64 ഇഞ്ചസ് തിക്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ 3/16 ഇഞ്ചസ് വിഡ്ത്തായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അതിൻ്റെ ഇഞ്ച് നല്ല രീതിയിൽ കുറവായിരിക്കും. ജനറൽ പർപ്പസിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റൂളിനെക്കാട്ടിലും കുറച്ച് വിഡ്ത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ നാരോ എന്ന് പേര് കൊടുത്തത് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 മുതൽ 12 ഇഞ്ചസ് ലോങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഗ്രാജുവേഷൻസ്, ഇവിടെ വരുന്ന ഗ്രാജുവേഷൻസ് എത്രയായിരിക്കണം,
10-11 ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. കിട്ടുന്നുണ്ടോ? യൂസ്ഫുൾ ടു മെഷറിങ് ദ സ്മോൾ ഓപ്പണിംഗ് ആൻഡ് സ്പേസ്. ചില സ്മോൾ ആയിട്ടുള്ള ഓപ്പണിങ്സിലൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് റൂളാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ സ്റ്റീൽ റൂൾ എന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വേണം. ഫൈൻ, കിട്ടിയോ? അടുത്തത് എന്താണ്? ഹുക്സ് റൂളാണ്. ഹുക്സ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഫിഗർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹുക്സ് റൂൾ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എൻഡിൽ ഒരു ഹുക്ക് പോലുള്ള ഒരു നമുക്ക് കണക്ട് ചെയ്ത് കൊളത്തി വെക്കാനുള്ള, നമ്മളങ്ങനെയല്ല പറയുക, കൊളത്തി വെക്കാനുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടൊരു സ്റ്റീൽ റൂൾ കണക്ട് ചെയ്തിരുന്ന രീതിയിലാണ് ഹുക്സ് റൂൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഫിഗർ കണ്ട സ്ഥിതിക്ക് നമുക്കതിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. ആസ് ഷോൺ അറ്റാച്ച് to one end which mark it's easy to take measurement from inside edge. അതായത് നമ്മൾ ഒരു ഉള്ളിലേക്ക് മെഷർ ചെയ്യാം, അവിടെ കൊളുത്തി വെച്ചിട്ട് നമ്മുടെ എൻഡ് വരെയുള്ള ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂള് ഈ റൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എ നാരോ ഹുക്സ് റൂൾ ഈസ് മേഡ് അപ്പ് ഓഫ് മെഷറിംഗ് ദ ഹോൾസ് എ സ്മോൾ തിക്നെസ്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ സാധാരണ കേസുകളിൽ നമ്മൾ അതിൻ്റെ തിക്നെസ് വരെ 3/18 ഇഞ്ചസ് തിക്നെസ് ഉള്ള ഹോൾസുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അളക്കാൻ. ചില പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഹുക്സ് റൂൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സ്മോൾ ഓപ്പണിംഗ് ആയിരിക്കും. ആ സ്മോൾ ഓപ്പണിങ്ങിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 3/18 ഇഞ്ചസ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. കാരണം സ്റ്റീൽ റൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ നമ്മൾ നേരത്തെ കണ്ടു. അടുത്തത് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്ട്രിംഗ് റൂള്. അവിടെ എന്താണ്? മേഡപ്പ് ഓഫ് ടംബേർഡ് ടൂൾ സ്റ്റീൽ തന്നെയായിരുന്നു, വ്യത്യാസമൊന്നുമില്ല. സിമിലർ ടു സൈസ് ആൻഡ് അപ്പിയറൻസ് സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ. ടംബേർഡ് സ്ട്രിംഗ് റൂളും സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂളും തമ്മിൽ രണ്ടും കാണാൻ സിമ്പിളായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും. ഗ്രാജുവേഷൻ 4 ആണ്. നമുക്കറിയാം ജനറൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാജുവേഷൻ 4 ആയിരിക്കും. ഇറ്റ് ഡിഫർ ഫ്രം അതർ റൂൾസ് is that the inch marking on face are slightly longer than actual inch. അതായത് ഈ സ്ട്രിംഗ് റൂളും സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂളും തമ്മിലുള്ള ചില ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സാധാരണ ജോലി കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ചോദ്യങ്ങൾ സാധാരണ കാണാറുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: സ്ട്രിംഗ് റൂളും സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇഞ്ച് മാർക്കിംഗ്, അവിടെ ഉണ്ടാകുന്ന ഇഞ്ച് മാർക്കിങ് സ്ലൈറ്റ്ലി കുറച്ച് ലോങ്ങർ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ലോങ്ങർ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പാറ്റേൺ മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസ്. സ്റ്റീൽ റൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റണം? സ്ട്രിംഗ് റൂളാണെന്ന് പറയാൻ പറ്റണം. ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഞ്ചസ് മാർക്ക് ചെയ്ത് കുറച്ച് ലോങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. സാധാരണ കേസ് പോലെ തന്നെ ഇവിടെ സ്ട്രിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോർട്ട് റൂളാണ്. ഷോർട്ട് റൂളിൻ്റെ കേസിൽ യൂസ്ഡ് സ്മോൾ റൂൾ മേഡ് അപ്പ് ഓഫ് മെഷറിംഗ് സ്മോൾ സ്പേസസ് വെർ അതർ റൂൾ ക്യാൻ നോട്ട് ബി യൂസ്ഡ്. അതായത് മറ്റ് റൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഷോർട്ട് റൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സ്പേസ് വിത്ത് അതർ റൂൾസ് വേർ അതർ റൂൾസ് കനോട്ട് ബി യൂസ്ഡ് അല്ലേ. മറ്റ് റൂൾസുകൾ നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു ഷോർട്ട് റൂൾ വെച്ച് അളക്കാൻ പറ്റും. സെറ്റ് ഓഫ് റൂൾ കൺസിസ്റ്റ് ഓഫ്, അതായത് ഇതൊരു സെറ്റ് ഓഫ് റൂൾസാണ്. ഈ സെറ്റ് ഓഫ് റൂൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഇസ് എ സെറ്റ് ഓഫ് റൂൾ കൺസിസ്റ്റ് ഓഫ് 14 ഇഞ്ചസ്, 3/18 ഇഞ്ചസ്, 1/2 ഇഞ്ചസ്, 3/4 ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഇഞ്ചസുകളാണ് കൊടുത്തിട്ടുള്ളത്. സെറ്റ് ഓഫ് റൂൾസാണ്. പലതരത്തിലുള്ള ഒരു സെറ്റായിട്ടാണ് നമുക്ക് കിട്ടാൻ പറ്റുക. അതിൻ്റെ ഫിഗർ ഞാനിവിടെ കാണിച്ചു തരാം. നോക്കാം, പലതരം സെറ്റായിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് റൂൾ ഇവിടെ കാണാൻ പറ്റും. ഫൈൻ. അടുത്ത് പറയുന്നത് എന്താ? ദ റൂൾ മേ ബി ഹെൽഡ് അറ്റ് എനി ആംഗിൾ. പല ആംഗിളിലും നമുക്ക് എന്താക്കാൻ പറ്റും? ഈ റൂള് ഹെൽഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി. ഈ റൂള് പല ആംഗിളുകളിലും ഈ റൂൾ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽഡ് ചെയ്യാൻ പറ്റും. ഫൈൻ, കിട്ടിയോടാ? പല ആംഗിളുകളിലും ഈ റൂള് നമുക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പറയുന്നത് എന്താണ്? അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് സെക്യൂർഡ് ബൈ ടേണിംഗ് ആൻഡ് നെറൾഡ് നെറ്റ് അറ്റ് ദ എൻഡ് ഹോൾഡർ. ഒരു നെറ്റ് ഉണ്ടാവും, അതിന് നമ്മൾ പറയുന്ന പേരാണ് നെറൾഡ് നെറ്റ് എന്ന് പറയുന്നത്. ഒരു എൻഡിൽ നിങ്ങൾ നേരത്തെ ഫിഗറിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു നെറ്റ് ഉണ്ട്. നെറൾഡ് നെറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു നെറ്റ് നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ. ഈ ഒരു ഭാഗം അവിടെ നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച്, റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിങ്സ് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതെന്താ പറയുന്നത്? നോക്കാം. ഈ സെക്യൂർഡ് ബൈ നെൽഡ് നെറ്റ്. നമ്മളെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെർനിയർ കാലിപ്പറിൻ്റെ കേസ് പറഞ്ഞിട്ടില്ലേ? വെർനിയർ കാലിപ്പർ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്കവിടെ കാണാൻ പറ്റും.
അല്ലെ സ്ക്രൂ ഗേജ് മൈക്രോമീറ്റേഴ്സിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അല്ലേ, മൈക്രോമീറ്റേഴ്സിൻ്റെ കേസിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ അല്ലടാ. യൂണിറ്റ് കൺവേർഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. യൂണിറ്റ് കൺവേർഷൻ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇത് സാധാരണ എക്സാമുകൾ ചോദിക്കാറുണ്ട്. പഠിച്ചു പോകാതെ വരുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. മനസ്സിലാക്കി വെക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1000 mm ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm ആണ്. എല്ലാവർക്കും അറിയാം അല്ലേ. 1 mm എന്നാൽ എത്ര മൈക്രോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 0.001 mm ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇഞ്ചസിൻ്റെ കേസിൽ കുറേ മാർക്കിംഗ് നമ്മൾ ഇഞ്ചസിലാണ് പറയുന്നത്. എന്താണ് 1 ഇഞ്ച് എന്ന് ചോദിച്ചു